വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഒരു കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു പൂച്ചക്കുട്ടീൻ്റെ. എവിടെ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ മൊത്തം തിരഞ്ഞു കഴിഞ്ഞപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് കണ്ടത്. പൂച്ച എപ്പോഴും ഒരു ഗ്യാപ്പിന് വാതിൽ തുറന്നിട്ടപ്പോൾ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ ഇത് അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പൂച്ചക്ക് പിന്നെ പുറത്തിറങ്ങാനോ പൂച്ചക്ക് അകത്തേക്ക് കയറാനോ ഒന്നും കഴിയാത്തതുകൊണ്ട് തന്നെ പൂച്ചക്കുട്ടീനെ എടുത്ത് പുറത്തേക്കാൻ വിചാരിച്ചു. അപ്പം പൂച്ച വന്ന് എടുത്ത് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് പൂച്ചക്കുട്ടീനെ എടുത്തത്. കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയൊരു പൂച്ച മക്കളാണത്. അപ്പോൾ ഈ പൂച്ചനെ ഈ പെറ്റ്സിനെ നോക്കി എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പൂച്ചനെ എടുത്ത് നോക്കാൻ നമ്മൾ കഴിയാത്തതുകൊണ്ട് തന്നെ ഇതിനെ പുറത്ത് വെച്ചിട്ട് ഇതിനെ തള്ളപ്പൂച്ചനെ കൊണ്ടുപോയി കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് പുറത്തേ കൊണ്ടുപോയത്. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പൂച്ച എടുക്കാൻ വരില്ല എന്നെല്ലാവരും അതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാനതിനെ എടുത്ത് വീടിൻ്റെ പുറത്തേ കൊണ്ടുവന്നു കൊലയിലേക്ക്. അങ്ങനെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് പുറത്ത് വെച്ച് കരച്ചിലേക്കുമ്പോൾ പൂച്ച ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി കുറച്ച് നേരം കാത്തു നിന്ന് പിന്നെ അനിയത്തിനോട് വീടിൻ്റെ ഞാൻ വിളിച്ച് ചോദിച്ച് അവിടെ ഉണ്ടോ ബാക്കി പൂച്ച. അപ്പോൾ അനിയന് പൂച്ചനെ പോറ്റുന്ന പരിപാടികളുണ്ട് പാപ്പൻ്റെ മോനെ. അപ്പോൾ ഈ പൂച്ചകളെല്ലാം ഇതിന് 2 പൂച്ച 3 പൂച്ച അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുനിന്നാണ് ഈ വേറെ ഒരു പൂച്ചനെ കൊണ്ടുവരും എന്തായാലും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ആ കൂട്ടത്തിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ കുറച്ച് നേരം ഇങ്ങനെ പൂച്ചനെ കരച്ചിലേക്ക് ഇങ്ങനെ പാവം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അപ്പോൾ അനിയത്തി പറഞ്ഞ ഒരു പൂച്ച അവരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു മുകളിൽ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഞാനങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ സൗണ്ട് കേട്ടപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തള്ളപ്പൂച്ച വന്നു. കാരണം അത് പെട്ടെന്ന് തന്നെ നല്ല അതിശയിപ്പിച്ച്. കാരണം ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അത് എവിടെ നിന്നാണെന്നറിയില്ല, അത് ഓടി വന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ പറ്റുമോ അതിനൊക്കെ അതെടുത്ത് വന്നത്. പെട്ടെന്ന് തന്നെ വന്ന് അതിനെടുത്ത് കടിച്ചെടുത്തുണ്ട്. നമ്മൾ തൊട്ടാലും തന്നെ കൊണ്ടുപോകില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അമ്മമാരുടെ സ്നേഹം അത് ഏത് ജീവികളിലാണെങ്കിലും അത് സ്നേഹം തന്നെയാണ്. അത് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഇന്നെന്തോ ഒരു കാണാൻ പറ്റിയതിൽ എന്തോ ഒരു സന്തോഷം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യാണ്. അപ്പം